ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് വിത്ത് പ്രോജക്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഒരു 1.5 മാസം മുമ്പ് ചെയ്തൊരു ഇതാണ്. പക്ഷേ കുറച്ച് പ്രോജക്റ്റുകളുടെ തിരക്കും അതുപോലെ തന്നെ പ്രോട്ടോടൈപ്പിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇത് ഓൾറെഡി എടുത്തു വെച്ചിരുന്ന വീഡിയോ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല. അതാണ് ഇത്രയും ഡിലേ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ അടുത്ത ആഴ്ച മുതൽ തന്നെ നമ്മുടെ നോർമൽ റുട്ടീനായിട്ടുള്ള തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓർഡിനോ പ്ലേലിസ്റ്റിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. ഇനി നമ്മൾ ഈ വീഡിയോയിലൂടെ ഓർഡിനോ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഓർഡിനോ പ്രോഗ്രാമിനൊരു പ്രത്യേക സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് നമ്മൾ അതിൽ പറയും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ പറയും. പിന്നെ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുള്ള സീരിയൽ മോണിറ്റർ, സീരിയൽ പ്ലോട്ടറിനെ കുറിച്ച് ബ്രീഫായിട്ടൊന്ന് പറയുന്നതായിരിക്കും. പിന്നെ ഇത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് പ്രോഗ്രാം നമ്മൾ ഓർഡിനോ ബോർഡിലോട്ട് അപ്ലോഡ് ചെയ്യുന്നത് കാണിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഓർഡിനോ ബോർഡ് സിമുലേറ്റ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡുകളും എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ട്യൂട്ടോറിയലിലോട്ട് പോകും. ഇപ്പോൾ ഓർഡിനോയുടെ പ്രോഗ്രാം സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എല്ലാ ഓർഡിനോ പ്രോഗ്രാമിനും 2 ഫങ്ഷൻസ് മസ്റ്റായിട്ട് അതിൻ്റെ അകത്ത് കാണുന്നതായിരിക്കും. വോയിഡ് സെറ്റപ്പ്, വോയിഡ് ലൂപ്പ്, ഇങ്ങനെ 2 സെക്ഷനുകൾ ഏത് ഓർഡിനോ പ്രോഗ്രാം എടുത്താലും അതിൽ നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന 2 ഫംഗ്ഷനാണ് വോയിഡ് സെറ്റപ്പും വോയിഡ്. ഇത് രണ്ടും മസ്റ്റായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ വേണം. ഇൻ കേസ് ഇതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വോയിഡ് സെറ്റപ്പ് എം ഡി ആയിട്ടിട്ട് വോയിഡ് ലൂപ്പിൽ നമുക്ക് വേണം പ്രോഗ്രാം ചെയ്യാം, അല്ലെങ്കിൽ വോയിഡ് ലൂപ്പ് എം ഡി ആക്കിയിട്ട് വോയിഡ് സെറ്റപ്പിൽ വേണമെങ്കിൽ നമുക്ക് പ്രോഗ്രാം, ഇല്ലെങ്കിൽ ഇത് രണ്ടും എം ഡി ആക്കി ഇട്ടിട്ടാണെങ്കിൽ പോലും നമുക്ക് പ്രോഗ്രാം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 2 പേരുകൾ, അല്ലെങ്കിൽ വോയിഡ് സെറ്റപ്പ് അല്ലെങ്കിൽ വോയിഡ് ലൂപ്പ് എന്നീ 2 ഫംഗ്ഷനും മസ്റ്റായിട്ടും എല്ലാ പ്രോഗ്രാമിലും വേണ്ടതാണ്. വോയിഡ് സെറ്റപ്പ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ എഴുതിയേക്കുന്ന കമൻറ്റ് നമ്മളൊരു ഡബിൾ ഫോർവേഡ് സ്ലാഷ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ റൈറ്റിലോട്ടുള്ള എല്ലാം കമൻ്റ് ആയിരിക്കും ഓർഡിനോ പ്രോഗ്രാമിങ്ങിൽ. ഇപ്പോൾ ഇതിപ്പോൾ അതിൽ എഴുതിയേക്കുന്ന പോലെ നമ്മൾ പുട്ട് യുവർ സെറ്റപ്പ് കോഡ് ഹിയർ ടു റൺ വൺസ്, ആ എഴുതിയേക്കുന്ന പോലെ തന്നെ നമ്മൾ ഒറ്റത്തവണ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ എല്ലാം നമ്മൾ സെറ്റപ്പിലാണ് ഇടുന്നത്. സാധാരണ രീതിയിൽ നമ്മളിതിൽ ഇനിഷ്യലൈസേഷൻ ഫംഗ്ഷനുകളും അതുപോലെ തന്നെ വേരിയബിൾ ഡിക്ലറേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് വോയിഡ് സെറ്റപ്പിൽ എഴുതുന്നത്. വോയിഡ് ലൂപ്പിൽ കണ്ടിന്യൂസ് എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള സാധനം നമ്മൾ വൺസ് സെറ്റപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രത്തോളം നേരം നമ്മുടെ ഓർഡിനോ ഓണായിട്ടിരിക്കുന്നു അത്രയും നേരം എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാമുകളെല്ലാം തന്നെ നമ്മൾ ലൂപ്പിൻ്റെ അകത്താണ് കൊടുക്കുന്നത്. പേര് പറയുന്ന പോലെ ഇത് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ആ ഒരു പ്രോഗ്രാമിൽ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇനി സെറ്റപ്പ് ഫംഗ്ഷൻ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സെറ്റപ്പ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതലും വേരിയബിൾ ഡിക്ലറേഷനൊക്കെ നമ്മൾ സെറ്റപ്പ് ഫംഗ്ഷനിലായിരിക്കും ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഇതായിരിക്കും നമ്മൾ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ, സെറ്റപ്പ് ഫംഗ്ഷൻ. ഇത് അതുപോലെ തന്നെ ഒറ്റത്തവണ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു പിന്നിൻ്റെ മോഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഡിജിറ്റൽ പിന്ന് ഇൻപുട്ട് പിന്നാണോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പിന്നാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഇനിഷ്യലൈസേഷനുകളൊക്കെ നമുക്ക് സെറ്റപ്പ് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു സാധനമാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ സ്പീഡ്. അത് നമ്മൾ ബോഡ് റേറ്റ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് സെറ്റപ്പ് ഫംഗ്ഷനായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഗ്രാമിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഇനിഷ്യലൈസ് ചെയ്യണം, അതും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഒന്ന് തുടക്കത്തിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യിക്കണം എന്നുള്ള കേസിൽ നമുക്ക് കുറച്ച് വെയിറ്റിംഗ് ഫംഗ്ഷനും പിന്നെ കാലിബ്രേഷൻ ഫംഗ്ഷനും എല്ലാം നമുക്ക് സെറ്റപ്പിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഓർഡിനോയുടെ 12ാമത്തെ ഡിജിറ്റൽ പിന്നിൻ്റെ സ്റ്റേറ്റ് നമ്മൾ ഔട്ട്പുട്ടാക്കി വെച്ചു. അപ്പോൾ ഇനി ആ ഓർഡിനോ പ്രോഗ്രാമിനൊന്നും വ്യത്യാസം വരുത്താത്തിടത്തോളം കാലം ഈ 12ാമത്തെ പിന്ന് ഔട്ട്പുട്ട് പിന്നായിട്ട് നമ്മൾ ആക്ട് ചെയ്യും. അതിൽ നമുക്ക് ഇൻപുട്ടൊന്നും കൊടുക്കാൻ സാധിക്കില്ല, അതിൽ നിന്ന് ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ലൂപ്പ് ഫംഗ്ഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതിലായിരിക്കും നമ്മുടെ ആക്ച്വൽ എക്സിക്യൂഷൻ നമുക്ക് നടക്കുന്നത്. വൺസ് സെറ്റപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്ന ഈ ലൂപ്പ് ഫംഗ്ഷൻ്റെ അകത്തായിരിക്കും. ഇവിടെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാമുകൾ റൈറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഇൻപുട്ട്സ് റീഡ് ചെയ്യാം, ആ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യുക, അതുപോലെ തന്നെ ഔട്ട്പുട്ട്സ് നമുക്ക് ട്രിഗർ ചെയ്യാനും സാധിക്കും. ഒരു എക്സാമ്പിൾ ഈ കാണുന്നത് നമ്മൾ നേരത്തെ നമ്മളെന്താ ചെയ്തത്, സെറ്റപ്പിൽ നമ്മൾ ആ ഒരു 12ാമത്തെ ഡിജിറ്റൽ പിന്നിനെ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ആ ഡിജിറ്റൽ പിൻ ആയതുകൊണ്ട് തന്നെ അതിന് 2 ഔട്ട്പുട്ടേ ഉള്ളൂ, ഒന്നല്ലെങ്കിൽ ഹൈ അല്ലെങ്കിൽ ലോ.
ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 12ാമത്തെ പിന്നിലോട്ട് നമ്മൾ ഹൈ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ 12ാമത്തെ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് ഹൈ വാല്യൂ ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസിനെ കുറിച്ച് പറയാം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോഗ്രാമിങ്ങിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങളുടെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പറയാം. പിൻ മോഡ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പിന്നിൻ്റെ സ്റ്റേറ്റ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിൻ മോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഒരു ഡിജിറ്റൽ പിന്നിലോട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിട്ട് അല്ലെങ്കിൽ ലോ ആയിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഡിജിറ്റൽ റൈറ്റ്. നമ്മളൊരു പിന്നിനെ ഇൻപുട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഡിജിറ്റൽ റീഡ്. ഇനി നമുക്ക് സീരിയൽ മോണിറ്ററും സീരിയൽ പ്ലോട്ടർ എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നോക്കാം. സീരിയൽ മോണിറ്ററും സീരിയൽ പ്ലോട്ടറും നമ്മൾ ഇതിന് മുമ്പുള്ള ഇൻട്രൊഡക്ഷൻ ടു ഓർഡിനോ IDE എന്ന് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി സീരിയൽ മോണിറ്റർ അല്ലെങ്കിൽ സീരിയൽ പ്ലോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഓർഡിനോയിൽ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കാണുവാനും ഒക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സീരിയൽ കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് ഓർഡിനോയിൽ നടക്കുന്ന പ്രോസസ്സുകൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഡിക്ലെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സീരിയൽ മോണിറ്റർ വഴി അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സൊക്കെ കാണാൻ സാധിക്കും. സീരിയൽ പ്ലോട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ വരുന്ന ഡേറ്റ എന്തെങ്കിലും ന്യൂമറിക് വാല്യൂ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു XY പ്ലെയിനിൽ നമുക്ക് പ്ലോട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഗ്രാഫ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് ന്യൂമറിക് വാല്യൂ ആണെങ്കിൽ മാത്രമേ ഈ സീരിയൽ പ്ലോട്ടറിൽ പ്ലോട്ടിങ് നടക്കുകയുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു XY പ്ലെയിൻ മാത്രമേ കാണിക്കുകയുള്ളൂ. അല്ലാണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഡേറ്റ ഒന്നും നമുക്കവിടെ കാണില്ല. ഇനി നമുക്ക് കോഡിങ്ങും സിമുലേഷനും ഒക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഈ ട്യൂട്ടോറിയൽ തുടക്കത്തിൽ നമ്മൾ ഓർഡിനോ സിമുലേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ബേസിക്കലി ഇലക്ട്രോണിക് സിമുലേഷൻ എന്ന് പറയുമ്പോൾ ഹാർഡ്വെയർ കമ്പോണൻറ്റിനെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഒരു സോഫ്റ്റ്വെയർ മോഡൽ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിച്ച് നോക്കാൻ സാധിക്കുന്നതിനാണ് നമ്മൾ സിമുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓർഡിനോ ബോർഡിനെ സോഫ്റ്റ്വെയർ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഡിനോ ബോർഡിനെ നമുക്ക് ഒരു ഹാർഡ്വെയർ ഓർഡിനോ ബോർഡ് വർക്ക് ചെയ്യിക്കുന്ന പോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യിച്ച് നോക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഓർഡിനോ ബോർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡ് വാങ്ങിക്കുന്നതിന് മുമ്പ് ചെയ്ത് നോക്കാനും ചെയ്ത് പരിചയപ്പെടാനും ഒക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമുലേറ്റ് ചെയ്യാൻ നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സിമുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുറേ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു PCB സിമുലേഷൻ ആൻഡ് ഡിസൈനിങ് സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ പ്രോട്ടിയസ് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ ഈഗിൾ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, എഡ്വിൻ XP എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. പക്ഷേ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് എഫക്റ്റീവായിട്ട് സിമുലേഷനൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം പെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓർഡിനോ ബോർഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് അതിന് സിമുലേറ്റ് ചെയ്യാൻ നമുക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ടൊരു പ്ലാറ്റ്ഫോം കാണും. അങ്ങനെ പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ടിങ്കർകാഡ് എന്ന് പറയുന്ന അഡോബിൻ്റെ ഒരു കംപ്ലീറ്റ്ലി ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇത് ഫ്രീ ആണ്. നമുക്കിത് വെച്ചിട്ട് ഓർഡിനോ ബോർഡുകൾ സിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് സർക്യൂട്ടുകളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാനും ഒക്കെ നമുക്ക് ഇത് വെച്ച് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓർഡിനോ സിമുലേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ടിങ്കർകാഡ് എങ്ങനെയാണ്, ഇതിൻ്റെ അകത്ത് നമ്മൾ ബേസിക്കലി നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് തന്നെ സർക്യൂട്ടുകളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാനും സിമുലേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഓർഡിനോ ബോർഡ് വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്ത് നോക്കാൻ ഉള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ടിങ്കർകാഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാ സെൻസറുകളും എല്ലാം തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ നമ്മൾ അടുത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതെന്നും പ്രോഗ്രാം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇതിൽ നമുക്കിവിടെ കോഡെന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കോഡിംഗ് കാണും. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ ഓർഡിനോ IDEയിൽ കാണുന്ന പോലെ ഫുള്ള് ടൈപ്പ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട. ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ബേസിക്കലി നമുക്കിവിടെ എല്ലാ ഔട്ട്പുട്ട്, ഇൻപുട്ട്, നൊട്ടേഷൻ, കൺട്രോൾ, മാത്ത് എന്നൊക്കെ പറഞ്ഞ ഓരോ സെക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ബ്ലോക്കുകളുണ്ട്. ഈ ബ്ലോക്കുകൾ നമുക്ക് കൂട്ടിച്ചേർത്ത് വെച്ച്, ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഓർഡിനോയ്ക്കകത്തുള്ള ഒരു LED നമുക്ക് ഹൈ ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്ക് എടുത്തിട്ടാൽ മതി. അത് എന്നിട്ട് നമുക്ക് ഹൈയോ ലോ ആക്കി നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രോഗ്രാം ചെയ്യാൻ. അപ്പോൾ ഇത് ആക്ച്വൽ പ്രോഗ്രാമിങ് പഠിക്കുന്ന ഒരു രീതിയല്ല. എന്നാൽ പോലും നമുക്കൊരു ബേസിക് ലെവലിൽ നിന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ
നമുക്ക് ചെയ്ത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ടിങ്കർകാഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പ്രോഗ്രാമിങ്ങും അതിന് വളരെയധികം ഉപയോഗപ്രദമാകും. ഇപ്പോൾ ഞാനിവിടെ സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ LED-കൾ മാറി മാറി ബ്ലിങ്ക് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇതിൻ്റെ പ്രോഗ്രാമാണ് എഴുതിയത്. അപ്പോൾ ഈ 13ാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന LED 500 മില്ലി സെക്കൻഡ് ഇടവിട്ടിട്ട് 500 മില്ലി സെക്കൻഡ് ഓണായിട്ട് നിൽക്കും, 500 മില്ലി സെക്കൻഡ് ഓഫായിട്ട് നിൽക്കും. ഈ 12ാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന LED 600 മില്ലി സെക്കൻഡ് ഓണും 600 മില്ലി സെക്കൻഡ് ഓഫായിട്ട് നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ബേസിക് ആയിട്ടൊരു ബ്ലിങ്കിങ് പ്രോഗ്രാമാണ്. ഇന്നിപ്പോൾ നമുക്ക് ഈ സിമുലേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ കോഡ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഈ കോഡിൽ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ LED ബിൽറ്റിൻ LED എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡിനോ ബോർഡിനെ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിൽറ്റിൻ LED പിൻ നമ്പർ 13 കണക്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിൻ നമ്പർ 13 കണക്ട് ചെയ്തിരിക്കുന്ന LED-ക്ക് വരെ ഞാൻ ഇവിടെ ബിൽറ്റിൻ LED ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഹൈ കൊടുത്തു കഴിഞ്ഞാൽ പിൻ നമ്പർ 13 ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഹൈ വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ ബിൽറ്റിൻ LED ഞാൻ ഹൈ ആക്കി 500 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മില്ലി സെക്കൻഡ് കൊടുത്തു. ഇനിയിപ്പോൾ ഞാനിതൊരു 1000 മില്ലി സെക്കൻഡ് ഇട്ട് ബ്ലിങ്ക് ചെയ്യിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബിൽറ്റിൻ LED ലോ ആക്കി, അതും ഞാനൊരു സെക്കൻഡ് 1000 മില്ലി സെക്കൻഡ് ഓഫാക്കിയിട്ടു. ഇത് ഞാനൊരു 12ാമത്തെ പിന്നി കണക്ട് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് LED-യിൽ നമ്മൾ 500 മില്ലി സെക്കൻഡ് ഓണാക്കി വെച്ചു, 500 മില്ലി സെക്കൻഡ് ഓഫാക്കി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ കോഡ് അപ്ലോഡ് ചെയ്യുകയൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് ഈ കോഡ് സെക്ഷൻ മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് മാറി മാറി ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്ര എളുപ്പത്തിലാണ് നമുക്ക് ഈ ടിങ്കർകാഡ് യൂസ് ചെയ്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കോഡ് എക്സ്പോർട്ട് ചെയ്തെടുക്കാനും ഒരു ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർഡിനോ കോഡായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ കോഡ് നമുക്ക് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ടിങ്കർകാഡ് കയറി നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇനി വരുന്ന സെക്ഷനുകളിലൊക്കെ നമുക്ക് ചെയ്യുന്നതായിരിക്കും. ഇതായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും നമ്മൾ ഇനി എല്ലാ സർക്യൂട്ടുകളും സിമുലേറ്റ് ചെയ്തൊക്കെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ടിങ്കർകാഡ് കയറി അക്കൗണ്ടൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വരുന്ന സെക്ഷൻ നമുക്ക് കാണാം. ഇനി നമുക്ക് ഓർഡിനോ ബോർഡിൽ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നത് നമ്മുടെ ഓർഡിനോ ബോർഡാണ്. ഇതിൽ നമ്മൾ ഈ കാണുന്ന USB Type B പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അതിൽ USB Type B കേബിൾ കണക്ട് ചെയ്യുക. അതിൻ്റെ മറ്റേ അറ്റം നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC-യുടെ USB പോർട്ടിലോട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഓർഡിനോ പ്രോഗ്രാം ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നിന്നുള്ള സീരിയൽ ഡാറ്റ എടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇത് ഓണാക്കി കഴിഞ്ഞപ്പോൾ ഫ്രഷ് ആയിട്ട് വന്നൊരു ബോർഡാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ബിൽറ്റിൻ LED ബ്ലിങ്ക് ചെയ്യണത് കാണാം. അതുപോലെ തന്നെ പവർ LED ഇതിൻ്റെ അകത്ത് ഓണായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പ്രോഗ്രാമിലോട്ട് കിടക്കാം. ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഹായ് ടെക് ബിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇത് നമുക്ക് കമ്പൈൽ ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ നമ്മുടെ IDEയിൽ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബോർഡ് നോക്കണം, പോർട്ട് നോക്കണം, അതുപോലെ തന്നെ പ്രോഗ്രാമർ നോക്കണം. എന്നിട്ട് നമ്മൾ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിലോട്ട് ഈ ഡാറ്റ പ്രോഗ്രാം അപ്ലോഡ് ആവും. അപ്പോൾ നമുക്ക് ഈ ബോർഡിലെ RXും TXും പിൻ LEDs സൈമിൾട്ടേനിയസ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യണ കാണാൻ പറ്റും. അപ്പോൾ അതുമാത്രമല്ല നമുക്ക് താഴത്ത് ഡൺ അപ്ലോഡിംഗ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സീരിയൽ മോണിറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹായ് ടെക് ബിറ്റ്സ് എന്ന് പറഞ്ഞ മെസ്സേജ് പ്രിൻ്റായി പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിത് പുതിയ ലൈനിൽ എനിക്ക് ഈ മെസ്സേജ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് LN എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കും. ഇപ്പോൾ ഓരോ ന്യൂ ലൈനിലായിരിക്കും ഡാറ്റ പ്രിൻ്റ് ചെയ്യണം. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും താഴത്ത് ഡൺ അപ്ലോഡിങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എല്ലാം കറക്റ്റായിട്ട് അപ്ലോഡായി. ഇനി നമ്മൾ സീരിയൽ മോണിറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹായ് ടെക് ബിറ്റ്സ് എന്ന് പറഞ്ഞ മെസ്സേജ് ഓരോ ന്യൂ ലൈനിലായിട്ടാണ് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ എല്ലാം ഒറ്റ ലൈനിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ സീരിയൽ പ്ലോട്ടർ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ സീരിയൽ പ്ലോട്ടർ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്കിതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡേറ്റ ഒന്നും കാണത്തില്ല. കാരണം വെച്ചാൽ ഇതിന് ന്യൂമറിക് വാല്യൂ ഒന്നുമില്ല, ഫുൾ ടെക്സ്റ്റാണ്. അപ്പോൾ അത് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല.
ഇനി നമുക്ക് നമ്മൾ ആ നേരത്തെ സിമുലേറ്റ് ചെയ്ത 2 LED സൈമിൾട്ടേനിയസ് ബ്ലിങ്ക് ചെയ്യുന്ന പ്രോഗ്രാം നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കണ്ടേക്കുന്നതെന്ന് വെച്ചാൽ വോയിഡ് സെറ്റപ്പിൻ്റെ അത് പിൻ നമ്പർ 13 പിൻ നമ്പർ 12 നമ്മൾ ഔട്ട്പുട്ട് പിൻസായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. പിൻ മോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തു. ലൂപ്പ് ഫംഗ്ഷനിൽ ഫസ്റ്റ് നമ്മൾ പിൻ നമ്പർ 13 ഹൈ ആക്കി, പിന്നെ ഒരു 500 മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ട് പിൻ നമ്പർ 13 ലോ ആക്കി, അതുപോലെ തന്നെ 12 ഹൈ ആക്കി പിന്നെ ലോ ആക്കി. അപ്പോൾ നമ്മൾ അവിടെ കമ്പൈലിംഗ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്ലോഡ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും എറർ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഡേറ്റ എല്ലാം കമ്പൈൽ ചെയ്തിട്ട് പ്രോഗ്രാം നമ്മുടെ ബോർഡിലോട്ട് അപ്ലോഡഡ് ആവും. നമ്മൾ ബോർഡിൽ 13ാമത്തെ പിന്നിലോട്ട് ഞാൻ LED കണക്ട് ചെയ്യാണ്. 13ാമത്തെ പിന്നിലോട്ട് LEDയുടെ കാഥോഡും ഗ്രൗണ്ടും കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പിൻ നമ്പർ 12ലോട്ടും കണക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ LED സൈമിൾട്ടേനിയസ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സെയിം പ്രോഗ്രാം തന്നെ, പക്ഷേ ഒരു സെറ്റ് ഓഫ് LEDs നമ്മൾ ബ്ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞില്ല, പക്ഷേ ടെക് ബിറ്റിൻ്റെ Tയും Bയും ആണ് ഈ നമ്മൾ മാറി മാറി ബ്ലിങ്ക് ചെയ്തിരിക്കുന്നത്. റെഡ് Tയും ബ്ലൂ വന്നിരിക്കുന്ന ബിറ്റ്സിൻ്റെ Bയും ആണ്. Thanks for watching this video. Please like, share and subscribe.